ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഇന്ന്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നെസറിന്റെ വീട്ടിലാണ്. നെസറിന്റെ വീട്ടിൽ വന്നിട്ട് എനിക്കൊന്നും തിന്നാൻ തന്നില്ല, സാലഡ് മാത്രം. ചിരിയടാ, എന്റെ ചിരിയാടോ. കോംപ്ലിമെന്ററി ഫുഡ്സിന്റെ കാര്യമായിട്ട് നമുക്ക് നോക്കാം. പെൻ ആൻഡ് ചില്ലിന്റെ കാര്യം നോക്കാം. ഇപ്പം ഇങ്കിന്റെ പ്രൈസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? പെന്നിന്റെ ഡിമാൻഡ് പതിയെ കുറയാൻ പോകും. അതാണ് നമുക്കറിയാം. When the rise of the price of the commodity, the demand for related food decreases. So ഇങ്കിന്റെ പ്രൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? പെന്നിന്റെ ഡിമാൻഡ് ഡിക്രീസ് ആണ്. And if you fall in the price of the commodity, the demand for related food increases. Okay, that is negative cross elasticity of demand. Okay, നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നത് എവിടെയാണ്? കോംപ്ലിമെന്ററി ഫുഡിന്റെ കാര്യത്തിലാണ്. അങ്ങാട് പോണോ? അങ്ങാട് പോണോ? തുമ്മിനെ പിടിക്കണോ? തുമ്മിനെ പിടിക്കണോടാ, തുമ്മിനെ പിടിക്കാം. എന്താ വെച്ചാൽ സപ്പോസ് കോഫിന്റെ പ്രൈസ് കുറയാണെന്ന് വിചാരിക്കുക, which will decrease the demand for tea. എന്നാൽ കോഫിന്റെ പ്രൈസ് കുറയുന്നതിനാണ് ടീയിലുണ്ടാകുന്ന ഡിമാൻഡ് അവിടെ ഉണ്ടാകുന്നത്. റിസൾട്ട് decrease in the demand. ഞാനൊന്നും ചെയ്തില്ല.